ഹലോ, ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എഗ്ഗ് ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ മാഗി ഉണ്ടാവും. അപ്പോൾ മാഗിയുടെ ഒരു കേക്കാണ് ഞാൻ അതിൽ നിന്ന് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു എഗ്ഗ്, ആ ഒരു കേക്ക് എടുത്തപ്പോൾ ഈ മാഗിയുടെ ആ ഒരു സാഷറ്റ് ടേസ്റ്റ് മേക്കറും ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ വെജിറ്റബിൾസ് എന്ന് പറയാൻ ക്യാപ്സിക്കവും സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ന്യൂഡിൽസിൻ്റെ ആ കേക്ക് എടുത്തതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം, അതിനകത്തോട്ട് ചേർത്തിട്ട്. അപ്പോൾ ഒരു എഗ്ഗിൽ ഞാനിപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് എഗ്ഗിൽ കുരുമുളക് പൊടി, ഉപ്പ് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ എഗ്ഗ് ഒന്ന് പൊരിച്ചെടുക്കേണ്ട ഒരു സമയവും 2 വെജിറ്റബിൾ കട്ട് ചെയ്യേണ്ട സമയം മാത്രം നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടൊന്ന് പറയാനുള്ളൂ. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വെള്ളം തിളച്ചു. ഞാൻ അതിനകത്തോട്ട് ഈ മാഗിയുടെ ഒരു പീസ് കേക്കാണ് ഞാനത് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അതൊരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളപ്പോഴേക്കും നമുക്കതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് തിള വന്നതിന് ശേഷം ഇട്ടതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതിൻ്റെ സോഫ്റ്റ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി നോർമൽ വെള്ളത്തിലേക്ക് ഇടണം. അതായത് ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ ചൂടോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി വെന്ത് പോവും. അപ്പോൾ അത്രയും വേവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നോർമൽ വാട്ടറിലേക്ക് നമ്മളിതിടും. അപ്പോൾ നോർമൽ വാട്ടർ അല്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം, ഫ്രിഡ്ജിലിരുന്ന തണുത്ത വെള്ളം ആയാലും മതി കേട്ടോ, അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കൂടുതലൊക്കെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ തണുത്ത വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് എൻ്റെ നോർമലായിട്ട് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ നിന്ന് മാറ്റി ഈ നോർമൽ വാട്ടറിലേക്ക് ഇട്ടിട്ട് അതിലും ഒത്തിരി നേരം ഇട്ട് വെച്ചേക്കരുത്. അപ്പം തന്നെ അതിൽ നിന്ന് 1 സെക്കൻഡ് കൊണ്ട് ഒന്ന് മറിച്ച് അതിൻ്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് മാറ്റി നമുക്ക് വെള്ളം വാർന്ന് പോണ രീതിയിൽ എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ മാറ്റി നോർമൽ വാട്ടറിലേക്ക് ഇടുവാണ്. അതിൽ നിന്ന് മാറ്റി ഊറ്റി വയ്ക്കുകയാണ്. ഇനി അത് വെള്ളം വാർന്ന് പോകാനായിട്ട് ആ നെറ്റിൽ തന്നെ ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്തു. ഈ എഗ്ഗ് നന്നായിട്ട് വിസ്കൊക്കെ വെച്ച് അടിച്ച് വെച്ച ആ എഗ്ഗ് നമ്മളതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾ കൊത്തിപ്പൊരിക്കാന്നോ ഒക്കെ പറയില്ലേ, ഇങ്ങനെ ചിക്കി പൊരിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്തെടുക്കാം ഈ എഗ്ഗിനെ. ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഞാൻ ഒരു എഗ്ഗാണ് എടുത്തേക്കുന്നത്, ഒരു കേക്കുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെങ്കിൽ ഇത് ക്വാണ്ടിറ്റി ഡബിളാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതിനൊന്ന് ചിക്കി പൊരിച്ച് അതിനെ മാറ്റി വയ്ക്കും. അതിന് ആ പാത്രത്തിൽ നിന്ന് അത് മാറ്റി കഴിയുമ്പോൾ ആ സെയിം ഓയിലിൽ തന്നെ ഞാൻ ചൈനീസിലൊക്കെ നമ്മളെപ്പോഴും ചൈനീസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ക്വയറായിട്ടാണ് നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കവും സവാളയും. അപ്പോൾ അത് ഞാൻ മുട്ട പൊരിച്ചത് മാറ്റി ഈ സെയിം ഓയിലിലേക്ക് ആദ്യം ക്യാപ്സിക്കം ഇട്ടു. ഞാനിതിൽ പ്രത്യേകിച്ച് ഉപ്പിടുന്നില്ല, കാരണം ഇതിൽ സോയാ സോസ് ചേർക്കേണ്ടത് കൊണ്ട് തന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കും. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ഞാൻ ഉപ്പ് ഇതിനകത്തോട്ട് അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ സവാളയും ചേർത്ത് അതൊന്ന് വഴഞ്ഞ് വന്നു. അപ്പോൾ അതിനകത്തോട്ട് ഇനി ഞാൻ ചേർക്കുന്നത് സോയാ സോസാണ്. അത് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്തു. അപ്പോൾ എന്തായാലും ചൈനീസിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടാൻ ഇത് സോയാ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു രുചിയൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ മുട്ട പൊരിച്ചത് അതും ചേർത്തു. ഇനി ഞാൻ ആ വാരി വെച്ച ന്യൂഡിൽസ്, അപ്പോൾ ന്യൂഡിൽസും ആ ഒരു കേക്ക് ന്യൂഡിൽസാണ്, അത് ചേർത്തു. ഇനി അതിൻ്റെ തന്നെ ടേസ്റ്റ് മേക്കർ ഒരു സാഷറ്റാണ് എടുത്തേക്കുന്നത്. ആ ഒരു ടേസ്റ്റ് മേക്കറും അതിനകത്തോട്ട് ആഡ് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും നമ്മളിതിനകത്തോട്ട് ചേർക്കുന്നില്ല. അവസാനമായിട്ട് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ചൂടോടെ ഈവനിങ് സ്നാക്കായിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ
നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പുതിയതെന്നല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഒന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.